മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു. നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ. പ്രേമ ചകോരി ചകോരി ചകോരി. 1944 മാർച്ച് 3 അദ്ദേഹം ജനിച്ചത്. 3344 ഓർമ്മിക്കാൻ എളുപ്പമാണ്. ഈ കഴിഞ്ഞ ജനുവരി 9 2025 ജനുവരി 9 വൈകുന്നേരം 7:45 അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം നമ്മോട് വിടവാങ്ങിപ്പോയി. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും അദ്ദേഹം തന്ന എല്ലാ സംഭാവനകളും നമ്മോടൊപ്പം നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ട്. അതൊരിക്കലും നഷ്ടപ്പെടുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബേസിക്കായിട്ടുള്ള ഒരു ലൈഫ് സ്കെച്ച് പറഞ്ഞാൽ. ഒരു 5 പേരായിരുന്നു. ഏറ്റവും മൂത്തത് സുധാകരൻ ചേട്ടൻ, പിന്നെ ഓമന ചേച്ചി, 3-ാമത്തെ ആളാണ് ജയചന്ദ്രൻ, 4-ാമത്തെ ആൾ ഒരു കൃഷ്ണകുമാർ, 5-ാമത്തെ ആൾ ജയന്തി. അതിൽ ചേട്ടനും ചേച്ചിയും അനിയത്തിയും നേരത്തെ മരിച്ചുപോയി. അനിയൻ കൃഷ്ണകുമാറും ജയചന്ദ്രൻ മാഷും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കൃഷ്ണകുമാർ മാത്രമായി. സുധാകരൻ വളരെ നല്ലൊരു പാട്ടുകാരനായിരുന്നു എന്നാണ് ജയചന്ദ്രൻ മാഷ് പറയുന്നത്. പറയാനുള്ള കാരണം, തമിഴ്നാട്ടിൽ ചെന്നൈയിൽ വെറ്റിനറി കോളേജിൽ അഭ്യാസം പഠിച്ച ശേഷം അവിടെ ഷാബാലസ് കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ പ്രശസ്തനായ പിന്നണി ഗായകൻ യേശുദാസ് അവിടെ പിന്നണി ഗായകനായിട്ട് എത്തുന്നത്. 62-ലെത്തുന്നത്. അവിടെ യേശുദാസും സുധാകരനും വലിയ കൂട്ടുകാരായിരുന്നു. താരതമ്യേന സമ്പന്നനായ സുധാകരൻ യേശുദാസിൻ്റെ ഒരു സപ്പോർട്ടറായിരുന്നു ആ സമയത്ത്. പല സമയങ്ങളിലും യേശുദാസ് അദ്ദേഹത്തിൻ്റെ റൂമിൽ വന്നിട്ട് ഗാനമേളയ്ക്കൊക്കെ പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഷർട്ടും മുണ്ടും കൊണ്ടുപോവുകയും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത്ര വലിയ അടുപ്പമായിരുന്നു. അതുകൂടാതെ യേശുദാസിൻ്റെ അഗാധ നീലിമയിൽ അപാരശൂന്യതയിൽ കാലം കനകക്കിനാവുകളാലേ കടലാസു കോട്ടകൾ തീർക്കും. ഇങ്ങനൊരു ഗാനമുണ്ട്. അത് കാത്തിരുന്ന നിക്കാഹ് എന്ന ചിത്രത്തിൽ ദേവരാം മാസ്റ്റർ സംഗീതം നൽകി വയലാർ എഴുതിയ പാട്ടാണ് യേശുദാസ് പാടിയ പാട്ട്. അപ്പോൾ സുധാകരൻ ഈ പാട്ട് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഗാനമേളയ്ക്ക് പോകുമ്പോൾ പറയും, ദാസ ഞാൻ ആ പാട്ട് ഞാൻ പാടിക്കോളാം എന്ന് പറയും. അപ്പോൾ അദ്ദേഹം യേശുദാസിൻ്റെ ഗാനമേളയ്ക്ക് കൂടെ പാട്ട് ഈ പാട്ട് പാടുമായിരുന്നു. അത്രയ്ക്ക് അടുപ്പമായിരുന്നു അവർ രണ്ടുപേരും. ഈ സമയത്ത് ജയചന്ദ്രൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ BSc സുവോളജി ബിരുദം, സുവോളജി ഐച്ഛിക വിഷയവും ബോട്ടണിയും കെമിസ്ട്രിയും അതിന് സബ്സിഡിയറിയായിട്ട് ക്രൈസ്റ്റ് കോളേജ് പഠിക്കുകയാണ് 62-65 കാലത്തിൽ. അപ്പോൾ 63 വെക്കേഷൻ സമയത്ത് ജയചന്ദ്രനും അനിയൻ കൃഷ്ണകുമാറും കൂടി ചേട്ടനെ കാണാനായി ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ വച്ച് സുധാകരൻ്റെ കൂട്ടുകാരനായി യേശുദാസിനെ കാണുന്നു. അതിനു മുൻപ് അവർ തമ്മിൽ കണ്ടിട്ടുണ്ട് 1958. അന്ന് ജയചന്ദ്രൻ നാഷണൽ ഹൈസ്കൂളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇദ്ദേഹം 10ാം ക്ലാസ്സിൽ പള്ളുരുത്തിയിൽ ഒരു സ്കൂളിൽ പഠിക്കുന്നു. ഇവർ രണ്ടുപേരും കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിച്ച അഖില കേരള അടിസ്ഥാനത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാന യുവജനോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയതാണ്. ജയചന്ദ്രൻ പാട്ടിനും മൃദംഗത്തിനും മത്സരിച്ചു. യേശുദാസ് പാട്ടിന് മത്സരിച്ചു. അന്ന് ലളിത സംഗീതം, ശാസ്ത്രീയ സംഗീതം അങ്ങനെയൊന്നുമില്ല. പാട്ടിന് ഒരു സമ്മാനം അത്രയേ ഉള്ളൂ. അപ്പോൾ പാട്ടിന് 1ാം സമ്മാനം യേശുദാസിനും 2ാം സമ്മാനം ജയചന്ദ്രനും കിട്ടി. മൃദംഗത്തിന് 1ാം സമ്മാനം ജയചന്ദ്രന് കിട്ടി. അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടി അവിടെ ഒരു കച്ചേരി നടത്തി. യേശുദാസ് പാടി, ജയചന്ദ്രൻ മൃദംഗം വായിച്ചു. ഇതാണ് ചരിത്രം. ആ 58-ന് ശേഷം 5 വർഷങ്ങൾ കഴിയുമ്പോൾ ചെന്നൈയിലെത്തുമ്പോഴാണ് രണ്ടാമത് യേശുദാസും ജയചന്ദ്രനും കൂട്ടിമുട്ടുന്നത്. അവിടെ വെച്ച് യേശുദാസ് ജയചന്ദ്രനെയും കൃഷ്ണകുമാറിനെയും കൂട്ടി താജ്മഹൽ എന്നൊരു സിനിമ കാണാൻ പോയി. ഹിന്ദി സിനിമ, പ്രദീപ് കുമാർ അഭിനയിക്കുന്ന ജോ ബാത് എന്ന് തുടങ്ങുന്ന ഒരു ഹിന്ദി പാട്ടുണ്ട്, ഈ പ്രദീപ് കുമാർ പാടുന്നത്. അപ്പോൾ ആ പാട്ട് അവിടെ കേട്ട ശേഷം റൂമിൽ വന്നിട്ട് ജയചന്ദ്രനെ തലപ്പാവൊക്കെ ധരിപ്പിച്ച് ഒരു ചക്രവർത്തിയെ പോലെ കസേര ഇരുത്തിയിട്ട് ചേട്ടൻ സുധാകരനും യേശുദാസും ഇദ്ദേഹത്തിന് ചുറ്റും നിന്ന് പാടി. അങ്ങനെയൊക്കെ വളരെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവർ തിരിച്ച് മടങ്ങി നാട്ടിലേക്ക് പോന്നു. 65-ൽ അദ്ദേഹം
ഈ ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം ജോലി തേടിയാണ് ചെന്നൈയിലേക്ക് പോകുന്നത്. ജോലി തേടി ചെന്നൈയിൽ ചെല്ലുമ്പോൾ ചേട്ടൻ സുധാകരൻ അപ്പോൾ ദുബായിക്ക് പോയി കഴിഞ്ഞിരുന്നു. അപ്പോൾ അവിടെ അമ്മയുടെ സഹോദരൻ നുങ്കമ്പക്കത്ത് വിജയനച്ഛൻ താമസമുണ്ട്. അങ്ങനെ അമ്മാവൻ്റെ കൂടെയായിരുന്നു ജയചന്ദ്രൻ ജോലി തേടി അന്വേഷിക്കാൻ തുടങ്ങിയത്. ആ സമയത്ത് ഇന്ത്യ പാക് യുദ്ധ ഫണ്ടിന് വേണ്ടി അവിടുത്തെ മദിരാശി മലയാളി സമാജം ഒരു ഗാനമേള സംഘടിപ്പിച്ചു. MP ശ്രീനിവാസനാണ് അത് കണ്ടക്ട് ചെയ്തത്. RK ശേഖരാണ് അതിൻ്റെ ഓർക്കസ്ട്ര എല്ലാം നടത്തിയിരുന്നത്. ദുഃഖത്തിൻ തണ്ണീർ പന്തലിൽ നിൽക്കുന്നവരേ ഈ ഗാനമാണ് അദ്ദേഹം പാടിയത്. അത് RK ശേഖർ പഴശ്ശിരാജ എന്ന ചിത്രത്തിൽ പാടിയ പാട്ടാണ്. ഈ പാട്ട് കേട്ടപ്പോൾ അവിടെ ചന്ദ്രധാര പ്രൊഡക്ഷൻസ് RS പ്രഭു, വിൻസെൻ്റ് മാസ്റ്റർ, ശോഭന പരമേശ്വരൻ നായർ ഇവർ 3 പേരും ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ ആ മധുരമായ ശബ്ദം കേട്ടപ്പോൾ ഈ പയ്യനെ ഒന്ന് പാടിച്ചാൽ കൊള്ളാം എന്ന് വിചാരിച്ചിട്ട് ജയചന്ദ്രൻ്റെ അടുത്ത് ചെല്ലുന്നു. നിൻ്റെ പാട്ട് നന്നായിട്ടുണ്ട്, ചന്ദ്രധാര അടുത്ത പടത്തിൽ കുഞ്ഞാലും വരക്കാലം നിനക്കൊരു ചാൻസ് തരാം, നീ വന്ന് പാട്ട് പഠിക്കുമെന്ന് പറഞ്ഞു. പാട്ടെല്ലാം പഠിച്ചു. റെക്കോർഡിംഗ് സമയമായി. റെക്കോർഡിങ്ങിന് വന്നു. അതുവരെ റെക്കോർഡിങ്ങൊന്നും ചെയ്ത് പരിചയമില്ലാത്ത ജയചന്ദ്രൻ ആകെ സംഭ്രമമായി വിറയലായി, പാടാൻ പറ്റിയില്ല. അപ്പോൾ പാട്ട് നിർത്തി തിരിച്ച് വീട്ടിലേക്ക് പോയി, അമ്മാവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയി. ഇനി ഏതായാലും ഞാനീ പണിക്കില്ല, ഇതെന്നെ കൊണ്ട് കഴിയില്ല എന്ന് തീരുമാനിച്ചുറച്ച് അദ്ദേഹം വീട്ടിലേക്ക് പോയി. പക്ഷേ പരമോണ്ണൻ എന്ന് വിളിക്കുന്ന ശോഭന പരമേശ്വരൻ നായരും വിൻസെൻ്റ് മാസ്റ്ററും നിർബന്ധിച്ച് അടുത്ത ദിവസം വീട്ടിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തെ 2ാം നിലയിൽ ഇരിക്കുകയാണ്. അപ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഇല്ല, ഞാൻ വരുന്നില്ല, എനിക്ക് റെക്കോർഡിങ് ശരിയാവില്ല, ഇതെൻ്റെ ജോലിയല്ല, എന്നെക്കൊണ്ട് പറ്റുന്ന പണിയല്ല എന്ന് നിർബന്ധിച്ച് പറഞ്ഞു. അവസാനം പരമേശ്വരൻ നായരും വിൻസെൻ്റ് മാസ്റ്ററും കൂടി നിർബന്ധിച്ച് അമ്മാവൻ്റെ 2ാം നിലയിൽ നിന്ന് ജയചന്ദ്രനെ താഴെ ഇറക്കി കൊണ്ടുപോയി റെക്കോർഡ് ചെയ്തു. പ്രേമയാണ് കൂടെ പാടിയത്. ഭാസ്കരൻ മാസ്റ്റർ രചനയും BA ചിദംബരനാഥ് സംഗീതം. ഇതാണ് ആദ്യമായി റെക്കോർഡ് ചെയ്ത ഗാനം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ജയചന്ദ്രനെ പാടിച്ച ആദ്യത്തെ സംഗീത സംവിധായകൻ ചിദംബരനാഥാണ്. അതിനുശേഷം അദ്ദേഹം കുറേ പാട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പാട്ട് കഴിഞ്ഞപ്പോൾ വിൻസെൻ്റ് മാസ്റ്റർ ദേവരാൻ മാസ്റ്റർ അടുത്ത് പറഞ്ഞു, ഒരു ജയചന്ദ്രൻ എന്നൊരു പയ്യൻ വന്നിട്ടുണ്ട്, അവൻ ദാസനെ പോലെ തന്നെ നല്ല ശബ്ദമുള്ള ഒരുത്തനാണ് തോന്നുന്നു, മാസ്റ്റർ ഒന്ന് പരീക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ദേവരാൻ മാസ്റ്റർ പരമോണ്ണനെ വിളിച്ച് പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, നീ പോയി ദേവരാൻ മാസ്റ്ററെ കാണൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജയേന്ദ്ര മാഷിൻ്റെ വാക്കുകൾ കടമെടുത്ത് പറഞ്ഞാൽ, ഞാൻ അവിടെ ചെന്നപ്പോൾ സിംഹത്തിൻ്റെ മുമ്പിൽപ്പെട്ട ഒരു ആട്ടിൻകുട്ടിയെ പോലെയാണ് ഞാൻ. അദ്ദേഹം എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ചെന്ന് ആകെ പരിഭ്രമമായി. അപ്പോൾ ചോദിച്ചാൽ എന്താ വന്നത്? അത് പാട്ട് പാടാൻ വന്നതാണ്. നീ പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പോക്കോ, പാട്ട് പഠിക്കാതെയാണോ പാട്ട് പഠിക്കാൻ വന്നത്, പാട്ട് പാടാൻ വന്നതെന്ന് വെച്ച് ദേഷ്യപ്പെട്ട് തിരിച്ചു വിട്ടു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും തിരികെ വിളിച്ചിട്ട് കളിത്തോഴൻ എന്ന സിനിമയിലെ താരുണ്യം തന്നെ താമരപ്പൂവനത്തിൽ പൂവമ്പൻ പോറ്റുന്ന പുള്ളിമാനെ, ഇങ്ങനൊരു പാട്ട്, ഒരു കോമഡി സോങ് പോലത്തെ പാട്ടാണ്. പ്രേം നസീറും ഷീലയും അഭിനയിക്കുന്നു കളിത്തോഴൻ എന്ന സിനിമയിൽ. ആ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വേറെ ഒരു പാട്ട് കൂടി അദ്ദേഹത്തെ പഠിപ്പിച്ചിരുന്നു, മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി. അപ്പോൾ ആ പാട്ട് ഇത് യേശുവിനുള്ള പാട്ടാണ്, നീ അവിടെ പഠിച്ചു വെച്ചോ, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിൻ്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഈ താരുണ്യം തന്നെ റെക്കോർഡിങ് കഴിഞ്ഞ ഉടൻ അദ്ദേഹം സ്റ്റുഡിയോയിൽ നിന്ന് പുറത്ത് പോകാൻ തീരുമാനിച്ചപ്പോൾ ദേവരായ മാസ്റ്റർ ചോദിച്ചു, നീ വാ, ഇവിടെ വാ, ഞാൻ 2ാമത് പഠിച്ച പാട്ട് ഒരു 3 പ്രാവശ്യം പാട്, മൈക്കൻ്റെ പാട് എന്ന് പറഞ്ഞു. അങ്ങനെ 3 പ്രാവശ്യം പാടി. പൊക്കോ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സംവിധായകൻ എം കൃഷ്ണൻ നായർ സാറാണ്, നമ്മുടെ K ജയകുമാർ IASൻ്റെ അച്ഛൻ. അദ്ദേഹമാണ് ആ ചിത്രത്തിൻ്റെ സംവിധായകൻ. അപ്പോൾ ജയചന്ദ്രൻ പറഞ്ഞു, സാറേ ആ പാട്ട് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അത് ദാസേട്ടൻ്റെ പാട്ടല്ലേ? എടാ അല്ല, നിൻ്റെ പാട്ട് തന്നെ, ദേവരായ മാസ്റ്റർ വെറുതെ നിന്നെ കബളിപ്പിക്കാൻ പറഞ്ഞാണെന്ന് പറഞ്ഞു. അങ്ങനെ ആണ് അദ്ദേഹത്തിന് ആ പാട്ട് ലഭിച്ചത്. അതിൽ ആ പാട്ട് മാഷ് എപ്പോഴും പറയും, എൻ്റെ മൂലധനം, ഒരു ഗായകൻ, ഒരു പിന്നണി ഗായകൻ എന്ന നിലയിൽ എൻ്റെ മൂലധനമാണ് ആ പാട്ട്. ആ ഒറ്റ പാട്ട് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു പിന്നണി ഗായകനായിട്ട് എനിക്ക് രംഗത്ത് വരാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു. ഇതിൽ ഈ വേറൊരു സംഭവം ഞാൻ വിട്ടുപോയത്, കുഞ്ഞാലി മരക്കാറിലെ പാട്ട് എഴുതിയത് ഭാസ്കരൻ മാസ്റ്റർ, ആ രംഗത്ത് അഭിനയിക്കുന്നത് നെല്ലിക്കോട് ഭാസ്കരൻ. യേശുദാസിൻ്റെ ആദ്യ ചിത്രം കാൽപ്പാടുകൾ,
അല്ല, ശ്രീനാരായണ ഗുരുവിൻ്റെ ആ പദ്യം കഴിഞ്ഞാൽ അറ്റൻഷൻ പെണ്ണെ അറ്റൻഷൻ എന്നൊരു യുഗ്മഗാനം പാടിയിട്ടുണ്ട്. അത് എഴുതിയിരിക്കുന്ന ഭാസ്കരൻ മാസ്റ്റർ, അതിൻ്റെ രംഗത്ത് വന്ന് അവതരിപ്പിച്ചിരിക്കുന്നത് നെല്ലിക്കോട് ഭാസ്കരൻ. അപ്പോൾ എപ്പോഴും നെല്ലിക്കോട് ഭാസ്കരൻ കാണുമ്പോൾ പറയും, നീ ദാസേട്ടൻ നീയൊക്കെ നിൻ്റെ പാട്ടിന് ഞങ്ങളാണ് മുഖം കൊടുത്തിരിക്കുന്നത്, ഞാനാണ് മുഖം കൊടുത്തിരിക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും എന്നെ പ്രത്യേകിച്ച് പരിഗണിക്കണമെന്ന് പറയും തമാശയ്ക്ക്. അങ്ങനെ ഒരു ആകസ്മികത അവിടെ വന്നിട്ടുണ്ട്. രണ്ട് ഗായകരുടെയും ആദ്യഗാനത്തിൻ്റെ രചന ഭാസ്കരൻ മാസ്റ്ററും ആദ്യ ഗാന രംഗം അവതരിപ്പിച്ചത് നെല്ലിക്കോട് ഭാസ്കരനുമാണ്. അതിന് ശേഷമാണ് ഈ മഞ്ഞളി മുങ്ങി തോർത്തി എന്ന ഗാനം പാടുന്നത്. അതിൽ ആദ്യത്തെ ആ ഹമ്മിങ് ഞാൻ 1966 ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിൽ BSc ഫിസിക്സ് മെയിൻ എടുത്ത് പഠിക്കുമ്പോൾ അവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിലെ ഫിസിക്സ് ലാബിൽ നിന്നാണ് ആദ്യമായിട്ട് ഞാൻ ഈ പാട്ട് കേൾക്കുന്നത്. എന്നെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രമായ മഞ്ഞളി മുങ്ങി തോർത്തി ഫിസിക്സ് ലാബിൽ കേട്ടപ്പോൾ ഓ ഓ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി ധനുമാസ ചന്ദ്രിക വന്നു, നിന്നെ മാത്രം കണ്ടില്ലല്ലോ, നീ മാത്രം വന്നില്ലല്ലോ, പ്രേമ ചകോരി ചകോരി ചകോരി. ഈ പാട്ടിൽ അടുത്ത 2 ചരണം കഴിഞ്ഞാൽ മൂന്നാമതൊരു ചരണമുണ്ട്. അത് റെക്കോർഡിലില്ല, സിനിമയിൽ മാത്രമേ ഉള്ളൂ. അത് വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, വേദന തന്നോടക്കുഴലായി പാടി പാടി ഞാൻ നടന്നു, മൂടുപടം മാറ്റി വരൂ നീ രാജകുമാരി കുമാരി കുമാരി. മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നാണ് ആ ഗാനം. അതിൽ ഈ അന്നൊക്കെ ഈ അടുത്ത റെക്കോർഡിന് 3.5 മിനിറ്റാണ് അതിൻ്റെ ദൈർഘ്യം. അപ്പോൾ 3.5 മിനിറ്റ് നിൽക്കാത്ത പാട്ടാണെങ്കിൽ അതിലിടയ്ക്കുള്ള ചില ലൈനുകൾ കട്ട് ചെയ്യുകയോ റിപ്പീറ്റ് കട്ട് ചെയ്യുകയോ ചെയ്താണ് അന്ന് ഈ സമയം അഡ്ജസ്റ്റ് ചെയ്തത്.